എൻ്റെ പേര് ജോസഫ് ലൈബിൻ എന്നാണ്. ഞാൻ ചെല്ലാനം സെൻറ്റ് സേവ്യർദേശ് ഇടവക ചെല്ലാനത്തു നിന്നാണ് വരുന്നത്. ഓൾറെഡി ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രോസ്റ്റേറ്റിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓൾറെഡി യൂറിൻ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യൂറിൻ പോവാതെ കഴിയുമ്പോൾ സ്റ്റൊമക്കിൻ്റെ വയറിൻ്റെ അവിടെ ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് വീർക്കും, ഭയങ്കര പെയിനായിരുന്നു ഓൾറെഡി. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ ഇടയ്ക്ക് കൃപാസനത്തിൽ സാക്ഷ്യങ്ങൾ ഇടയ്ക്ക് കേൾക്കുമായിരുന്നു. കാരണം എനിക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഭയങ്കര പെയിനും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാക്ഷ്യം കേൾക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ മീറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ സിസ്റ്റ് ഉണ്ട് ഓൾറെഡി, ഒരു 5 mm തിക്നെസ്. അപ്പോൾ അത് നീക്കം ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ചെറുപ്പമായതുകൊണ്ട് അത് നീക്കം ചെയ്ത് കഴിയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ നാൾ ഞാൻ മെഡിസിൻ കഴിച്ചു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. ഞാൻ ടൊയോട്ടയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. ഈ സ്റ്റൊമക്കിൻ്റെ അവിടെ വയറിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ വീർത്ത് കഴിയുമ്പോൾ യൂറിൻ പോകുന്നില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെഡിസിൻ കഴിച്ചിട്ടൊക്കെ ഒന്നും ഏറ്റില്ലായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ സാക്ഷ്യം കേൾക്കുമായിരുന്നു കൃപാസനത്തിൽ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സിസ്റ്റോസ്കോപ്പി ചെയ്യണം, ഒരു മൈനർ സർജറി പോലെയാണ്. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അവിടെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റോസ്കോപ്പി ചെയ്തു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു. സിസ്റ്റോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി മെഡിസിൻ എടുത്തു, ഒരു 1 വീക്ക് കൂടി മെഡിസിൻ കഴിച്ച് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നീക്കം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു. കാരണം പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാക്ഷ്യം കേൾക്കുമായിരുന്നു. കാരണം വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിനേഷൻ നോർമലാവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് തുടങ്ങി. കാരണം ഇതിനു മുമ്പ് 3 മാസം 4 മാസമൊക്കെ മെഡിസിൻ കണ്ടിന്യൂസ് കഴിച്ചിട്ടൊന്നും സെറ്റായില്ലായിരുന്നു. അങ്ങനെ യൂറിനേഷൻ നോർമലാകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ടായി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് സ്കാൻ ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഓൾറെഡി. കാരണം പരിശുദ്ധ അമ്മയും മാതാവ് എന്നെ എനിക്ക് എൻ്റെ ആ സിസ്റ്റം മാറ്റി തന്ന് എൻ്റെ യൂറിനേഷൻ നോർമലായി. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയും മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ സിറ്റുവേഷൻസിൽ വരാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഞാൻ ജോലിയിൽ പിന്നെ റീജോയിൻ ചെയ്തു, പ്രവേശിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തളർച്ച തുടങ്ങി. ബോഡി ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്നു പോകുന്നു. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, വൊമിറ്റിങ് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നി. അങ്ങനെ ഡോക്ടറെ മീറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു BP ഭയങ്കരമായിട്ട് ഹൈ ആണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണ നോർമലി ഒരു 12-13 നോർമലി മെയിലിൽ വേണ്ടത് ബ്ലഡിൻ്റെ ഇത്. എനിക്കൊരു 20-25 ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഡൗട്ടായി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. JAK2 മ്യൂട്ടേഷൻ, ക്യാൻസർ ടെസ്റ്റ്. അങ്ങനെ ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഡോട്ട് മാർക്ക് ഉണ്ടോ. അപ്പോൾ ഡോക്ടറിന് പേടിക്കൊന്നും വേണ്ട, നമുക്കൊന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് എൻ്റെ ബ്ലഡ് ഇങ്ങനെ കൂടുന്തോറും എനിക്ക് ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷൻ, ഉറക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പ, അമ്മ, വൈഫ്, ഒരു കുട്ടിയുണ്ട്, 5 വയസ്സുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവെ വിശ്വാസം കുറച്ച് കുറവായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ തീരെ മോശമായിട്ടാണ് ഓൾറെഡി ഇരിക്കാറുള്ളത്. പ്രേയറിനാണെങ്കിലും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ ലേറ്റായിട്ടാണ് ഓൾറെഡി വരുന്നത്. ഒരു പേരിന് വേണ്ടി മാത്രമായിരുന്നു കുടുംബ പ്രാർത്ഥന ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 9 മണിക്ക് 8 മണിക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യും, 9 മണി വരെ ഉണ്ടാവും. ഞാൻ 9 മണി കഴിഞ്ഞിട്ടേ ഓൾറെഡി വീട്ടിൽ വരുള്ളൂ. അമ്മേനെയൊക്കെ ജസ്റ്റ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബൈബിള് ഞാൻ തന്നെ വായിക്കും, വേറെ ഒന്നും എന്നെ തിരിച്ചൊന്നും പറയാതിരിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾറെഡി എനിക്ക് പെട്ടെന്ന് പിന്നെയും ഈ തളർച്ച ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ബ്ലഡ് ഇങ്ങനെ കൗണ്ടും അതേപോലെ തന്നെ ലെവലും കൂടുന്നു, 20-25 വരുന്നു. അങ്ങനെ ഈ ബ്ലഡ് കൂടുന്ന അനുസരിച്ചിട്ട് എൻ്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് അതായത് എടുത്തു കളയേണ്ട സിറ്റുവേഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെയും ഞാനത് അത്ര കാര്യമാക്കിയില്ല ഓൾറെഡി. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു അത് ബ്ലഡ് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട, നമുക്കത് ഹെമറ്റോളജി ഡോക്ടറിനെ മീറ്റ് ചെയ്യാം,
അങ്ങനെ ഞാൻ ബിലീവ്സ് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അതിൻ്റെ റിസൾട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അത് ക്യാൻസേഴ്സിൻ്റെ ബോൺ മാരോയിൽ ക്യാൻസേഴ്സിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് പേടിക്കണ്ട, നമുക്കത് ട്രീറ്റ്മെൻറ്റിലൂടെ നോർമൽ നമുക്ക് റിക്കവർ ആക്കി എടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ ഡോക്ടർ എഴുതി തന്നു, എമർജൻസി ആയിട്ട് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഭയങ്കരമായിരുന്നു. ഇപ്പോൾ കുറേ കരയൊക്കെ ചെയ്തു, കാരണം എനിക്ക് ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു നെക്സ്റ്റ് ഓപ്ഷനിൽ നിൽക്കണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോർമൽ ഇതേപോലെ തന്നെ ഞാൻ സാക്ഷ്യം ശരിക്കും കേൾക്കുമായിരുന്നു. ഓൾറെഡി കൃപാസനത്തിലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോ നിയോഗങ്ങൾ വെച്ച് സമർപ്പിക്കാനുള്ള ഏതോ ഒരു ഇത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മേ മാതാവേ, എൻ്റെ ഈ ക്യാൻസേഴ്സിൻ്റെ ഇത് ഓൾറെഡി എനിക്ക് മാറ്റി തരുമെന്നാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നാളിങ്ങനെ പോയി ഒട്ടും വയ്യാതെ ഭക്ഷണമൊക്കെ ഒന്നും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 6 മാസം മേലിൽ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ബയോപ്സി എടുത്താലേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ നിലവിലൊന്നുമില്ല, പേടിക്കുകയൊന്നും വേണ്ട, നമുക്കിത് ട്രീറ്റ്മെൻറ്റിലൂടെ സെറ്റാക്കാവുന്ന കാര്യമുള്ളൂ, കാരണം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, വേറെ വിഷയമൊന്നുമില്ല, നമുക്ക് ബ്ലഡ് കൂടുന്നതനുസരിച്ചിട്ട് ബ്ലഡ് എടുത്ത് കളയേണ്ടി വരും, അത്രയേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് പ്രോപ്പർ റെസ്റ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റീജോയിൻ ചെയ്ത് ഞാൻ ടൊയോട്ടയിൽ നിന്ന് പിന്നെ റിസൈനേഷൻ ചെയ്തു, കാരണം അവർക്കും ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി, കാരണം എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്തു, മെഡിസിൻ കഴിച്ചു, ഓക്കെ ഇല്ല. രാത്രി എനിക്ക് ഉറക്കം വരില്ലായിരുന്നു, ഭക്ഷണവും ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു, കൃപാസനത്തിലേത് സാക്ഷ്യം കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഡോക്ടറെ ഒന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ബയോപ്സി എടുക്കണേ മുമ്പ് ഒന്നുകൂടി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 6-7 മാസം കുറേ 25-20-26 വരെ വന്നിട്ടുണ്ട് ബ്ലഡിൻ്റെ ഇത്. അത് പതിയെ നോർമലാവാനായിട്ട് തുടങ്ങി. പരിശുദ്ധ അമ്മേ മാതാവ് എനിക്ക് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഉള്ള ഒരു ഇതിൽ പരിശുദ്ധ അമ്മേ മാതാവ് എൻ്റെ ബ്ലഡിൻ്റെ ആ ഒരു പ്രോബ്ലം നോർമൽ റേഞ്ചിലാക്കി. ഇതുവരെ എനിക്ക് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു ബയോപ്സി ചെയ്യേണ്ട, നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 6 മന്ത് അബോവ് ഓൾറെഡി ഇപ്പോൾ ക്യാൻസേഴ്സിൻ്റെ ഇതിൽ നിന്ന് അങ്ങനെ 2 ക്യാൻസേഴ്സിൻ്റെ ഇതിൽ നിന്നും പരിശുദ്ധ അമ്മേ മാതാവ് എനിക്ക് സൗഖ്യം തന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹിച്ചു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തോട്ട് പോയി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഈ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. മെഡിക്കലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അൺഫിറ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എന്തോ ഇഷ്യൂസൊക്കെ എനിക്ക് വരാനായിട്ട് ഓൾറെഡി പറ്റിയില്ല. അതിന് മുമ്പ് ഞാനും വൈഫും കൂടി കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി ട്രാവൽ ചെയ്തപ്പോൾ വൈഫിനെ ഒരുപാട് നിർബന്ധിച്ചു, നമുക്ക് അകത്ത് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു ഹെവി ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കയറണ്ട, മഴയൊക്കെ പെയ്യും, നമുക്ക് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും, നമുക്കൊരു ദിവസം എല്ലാവരും കൂടി വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു NSH കമ്പനി ഇൻ സൗദി. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, മെഡിക്കൽ ഫിറ്റായി, ഗാംകയുടെ മെഡിക്കൽ ഫിറ്റായി, ഓൾറെഡി VFS എല്ലാം കഴിഞ്ഞു. ഓൾറെഡി ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്, കാരണം ഓൾറെഡി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഓൾറെഡി സെറ്റായല്ലോ എന്ന് ഓർത്ത്. കാരണം ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് മെഡിക്കൽ എന്തായാലും അൺഫിറ്റ് ആകും, കാരണം എൻ്റെ ഈ സിറ്റുവേഷൻസിൽ ഞാൻ ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ അൺഫിറ്റ് ആകും 100%. ഞാൻ മെഡിക്കലും VFS എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഒരു 3 മന്ത് കഴിഞ്ഞു, ഏജൻസിയിൽ നിന്ന് കോൺടാക്ട്സ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ തിരിച്ചവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് ഇനി അവർ വിളിക്കില്ല, കാരണം റിക്രൂട്ട്മെൻറ്റ് അവർ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തു. ഒരു 4 മന്ത് 3 മന്ത് റിക്രൂട്ട്മെൻറ്റ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ട് ഇനി നടപടി ആവില്ല, അതിന് നോക്കണ്ട മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം ഓൾറെഡി ഞാൻ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് എല്ലാവരോടും പറയുകയും ചെയ്തു ഞാൻ പോകുന്നു. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാവരോടും എന്നോട് ചോദിക്കാൻ തുടങ്ങി എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു. പിന്നെ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസുള്ളപ്പോൾ ഞാൻ ഫുൾ റെസ്റ്റും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അറിയാലോ, ഒരുപാട് ആൾക്കാർ എന്നെ ഇങ്ങനെ പറയുന്നത് ജോലിക്കൊന്നും പോവാതെ ഇരിക്കും, അവർക്കൊന്നും അറിയില്ലല്ലോ. കാരണം ഞാനിപ്പോൾ ഈ സാക്ഷ്യം എൻ്റെ കൃപാസനത്തിൽ വന്ന് ഇവിടെ അമ്മയുടെ തൊട്ടടുത്തിരുന്ന് പറയുമ്പോഴായിരിക്കും അവർക്കെല്ലാവർക്കും ഇത് അറിയാനായിട്ട് പറ്റുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ജോലിയേക്കാളും മറ്റെന്തിനേക്കാളും കൃപാസനത്തിലെ അമ്മയും മാതാവിൻ്റെ അടുത്ത് വന്ന് തൊട്ടടുത്തിരുന്ന് സാക്ഷ്യം പറയണമെന്ന്. അത് കഴിഞ്ഞ് അത് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതേപോലെ തന്നെ കൃപാസനത്തിൽ ഉടമ്പടിയുടെ ഇങ്ങനെ ലൈവിൻ്റെ ഒരു ഇത് കണ്ടു, നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമത്തിരിക്കുമ്പോൾ ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് തോന്നിയൊരു കാര്യമാണ്, 2 പ്രാവശ്യം എനിക്ക് ക്യാൻസേഴ്സിൻ്റെ ഒരു ഇത് വന്നിൽ നിന്ന് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനെ രക്ഷിച്ചു.
ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നു. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഓൾറെഡി പോയില്ലല്ലോ. എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്ന എൻ്റെ 2 ക്യാൻസർ ഓൾറെഡി മാറ്റിത്തന്ന്, എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ പോയില്ല. അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ 24-ാം തീയതി മെയ് 24-ാം തീയതി ഓൾറെഡി ഉടമ്പടി വന്നെടുത്തു. ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മെഡിക്കലി മാർച്ച് 18-നാണ് നേരത്തെ കമ്പനിയിലെ മെഡിക്കൽ ചെയ്തത്. അത് മെയ് ഓൾറെഡി 18 ആകുമ്പോൾ എക്സ്പയർ ഡേറ്റ് ആവും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വൈഫുമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഉടമ്പടി ഇത് നിയോഗം ഞാൻ വെച്ചത് എനിക്ക് 18-ാം തീയതിക്ക് മുമ്പ് തന്നെ സൗദിയിൽ തന്നെ എനിക്ക് ജോലി വേണം, എനിക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ഒരു നാണം കെടാനായിട്ട് ഒരിക്കലും ഇടയാക്കരുതേ അമ്മേ മാതാവേ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ അത് ഞാൻ നോർമലൊരു വിശ്വാസം ഇല്ലാത്ത രീതിയിലായിരുന്നു പറഞ്ഞത്. കാരണം എനിക്കൊരു ഉറപ്പില്ലായിരുന്നു 18-ാം തീയതിക്ക് മുമ്പ് അത് ഓൾറെഡി സെറ്റാവുകയില്ലേ എന്ന്. അങ്ങനെ ഒരു ഉടമ്പടി എടുത്തൊരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി. അതിന് ഞാൻ പ്രത്യേകം പരിശുദ്ധ അമ്മേ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിലായിട്ട് ചില സമയങ്ങളിൽ കടന്നു വരുന്ന ഒരുപാട് സഹനങ്ങളുണ്ടാവും. ഈ സഹനങ്ങളെല്ലാം നമ്മൾ സഹിക്കുമെന്ന് ഓർത്തിട്ടാണ് നമ്മുടെ സഹനങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്നത്. പക്ഷേ ഇത്രമാത്രമല്ല, അതിൽ തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് തന്നിരിക്കും. അതിൽ 100% ഉറപ്പാണ്. കാരണം എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യം അതാണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എൻ്റെ മെഡിക്കൽ ഓൾറെഡി ഫിറ്റായി, VFS കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് 26-ന് ഞാൻ മൂവ് ചെയ്യണതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണം. കാരണം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബൈബിൾ അങ്ങനെ വായിക്കാറില്ല, ജപമാല ചൊല്ലാറില്ല. ജപമാല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എന്താണ് ജപമാല എന്നറിഞ്ഞത്. നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു മുത്തുമാല പോലെയൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷേ ആ ജപമാലയുടെ ഓൾറെഡി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് ജപമാല ചൊല്ലും തോറുള്ള നമുക്കൊരു ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ, അത് നന്ദി പറഞ്ഞാൽ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥയെന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ, അത് നമ്മളെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടെത്തിക്കും. കാരണം ജപമാല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ അമ്മ വഴി സ്വർഗത്തിൽ നിന്ന് തന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ജപമാല. നമുക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണ കവലമാണ് ഈ ജപമാല എന്ന് പറയുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും തോറുമുള്ള നമുക്ക് ഈ കൃപ ഇങ്ങനെ നമുക്കിങ്ങനെ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ബൈബിള് ഞാൻ വായിക്കാത്ത ആളായിരുന്നു. ബൈബിള് ഞാൻ ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ബൈബിള് വായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ജപമാല ഞാൻ 3 മണി 3:30 ആകുമ്പോൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. പിന്നെ ഞാൻ വഴി കൂടി പോകുമ്പോഴൊക്കെ ചൊല്ലുന്ന തിരുഹൃദയമൊക്കെ അത് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് ദൈവം എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ബൈബിൾ വായിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വചനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് അത് അറ്റാച്ച് ചെയ്യും. ഞാനിതേപോലെ തന്നെ ഈ ലാസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ വിസ വരാനായിട്ട് സാധാരണ VFS ചെയ്യുമ്പോൾ ഒരു 7 days 8 daysനുള്ളിൽ ഓൾറെഡി വിസ സ്റ്റാമ്പിങ് കഴിയും. എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും ഓൾറെഡി വിസ സ്റ്റാമ്പിങ് 8 ദിവസം കഴിഞ്ഞു. എനിക്ക് 15 ദിവസം 18 ദിവസമായിട്ടും നടന്നിട്ടില്ല. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തു അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് അത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ ഞാൻ പിന്നെയും ഡൗൺ ആയി. കാരണം നേരത്തെ കമ്പനിയിൽ ഇത് തന്നെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ മാതാവ് എനിക്ക് ഈ 25-ാം തീയതിക്ക് മുമ്പ് ഇതിന് കറക്റ്റായിട്ടൊരു തീരുമാനം അറിയണം. എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്. എൻ്റെ സാക്ഷ്യത്തിലൂടെ ഒരുപാട് പേർക്ക്, എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും ഒരുപാട് പേർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 25-ാം തീയതിക്ക് മുമ്പ് 2 ദിവസം മുമ്പ് എൻ്റെ ടിക്കറ്റും സ്റ്റാമ്പിങ്ങും ഒരുമിച്ച് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തന്നവർ, അതിന് എനിക്ക് മാതാവിനോടും ഒത്തിരി നന്ദി പറയുന്നു. കാരണം നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് നമുക്ക് തരും. നമ്മളെന്ത് പരിശുദ്ധ അമ്മ മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് 100% തന്നിരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വചനം, നമ്മൾ ഡൗൺ ആയിട്ടിരിക്കണമായിരിക്കും, ആ സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടുന്ന വചനങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാ പ്രവാചകൻ 58:14 കർത്താവ് അരുളി ചെയ്യുന്നു, അപ്പോൾ നീ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും,
നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും, കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വചനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഡിലേ, അതായത് ഈ സ്റ്റാമ്പിങ്ങിൻ്റെ കേസിലൊക്കെ ഡിലേ വരുമ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ എനിക്ക് ഹബക്കൂക്ക് 2:4 ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക, ദർശനം പാർത്തിരിക്കുകയാണ്, അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു, അത് തീർച്ചയായും വരും, അതിന് മാറ്റമുണ്ടാവുകയില്ല. കാരണം ഈ വചനങ്ങളൊക്കെ നമ്മൾ വായിക്കാതിരുന്ന് നമ്മൾ ഈ വചനങ്ങൾ നമുക്ക് കർത്താവായ യേശു നമുക്ക് ഈ വചനങ്ങളിലൂടെ കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം വരുള്ളൂ. കാരണം ഈ നിരന്തരം നമുക്ക് ഇപ്പോൾ ഈ സഹനങ്ങളും എന്തും ഇതുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയും മാതാവ് നമുക്ക് 100% നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് തക്ക സമയത്ത് ഇടപെട്ട് അത് എന്തൊക്കെ ആയാലും അത് ചെയ്തു തന്നിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണത്. കാരണം ഇത് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജപമാല എന്ന് പറയുന്നത്, ഞാൻ പിന്നെയും പറഞ്ഞു, ജപമാല എന്ന് പറയുന്നത് അത്രക്ക് വലിയൊരു സംഭവമാണ്, അത്രക്ക് വലിയൊരു ആയുധമാണ്. നമുക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണ കവചം എന്ന് പറയുന്നത് ഈ ജപമാലയാണ്. ഓരോ നന്മ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും അതിങ്ങനെ നമുക്കുള്ള ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഒരു കൃപയിലാകും നമ്മൾ ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ കൂടുതലും പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തിലെ പത്രം മേടിച്ച് കൂടുതലും ഞാൻ പോണ വഴി തന്നെ ഓൾറെഡി അതെല്ലാം കൊടുത്ത് തീർക്കും. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപിന്നെ ചാരിറ്റി ട്രസ്റ്റിൽ ഞാൻ അവിടുത്തെ അമ്മമാർക്ക് ഭക്ഷണം, ഞങ്ങൾ കുടുംബമായിട്ട് കൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് നമ്മുടെ ആലുവയിൽ സ്നേഹതീരം, അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. പിന്നെ അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുടി നോർമലി ഞാനങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ പോണേ മുമ്പ് മുടി ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിരിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ലേറ്റായിട്ടാണെങ്കിലും ഞാൻ ഒരു സാക്ഷ്യമെങ്കിലും കേൾക്കാതെ കിടന്നുറങ്ങൂലായിരുന്നു. കാരണം ആ സാക്ഷ്യത്തിലൂടെ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മയുടെ തൊട്ടടുത്തിരുന്ന് എനിക്ക് സാക്ഷ്യം തരണം. ആ സാക്ഷ്യം ലോകമെമ്പാടുമുള്ള എല്ലാവരും കേൾക്കാനിടയാകണം, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരും അതേപോലെ തന്നെ എല്ലാവരും എന്നെ അറിയുന്ന ഒരുപാട് പേര് കേൾക്കാനിടയാകണമെന്നും പിന്നെ അതുവഴി അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനും ഈ ജപമാല എപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് മാറ്റാതെ അവർ ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ചെയ്തു തന്ന ഈ വലിയൊരു അനുഗ്രഹത്തിന് ക്യാൻസേഴ്സ് 2 ക്യാൻസേഴ്സിൻ്റെ ഇത് പിന്നെ എൻ്റെ ജോലി, എൻ്റെ പരിശുദ്ധ അമ്മയും മാതാവിനും ഈശോയ്ക്കും ഔസേപ്പിതാവിനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ലൈബിൻ രോഗം വന്ന സമയത്ത് 2 പ്രാവശ്യവും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി എടുക്കും. പക്ഷേ അസുഖം മാറിയ സമയത്ത് അത് മറന്നുപോയി. എന്നാൽ പിന്നീട് വിദേശത്തേക്ക് പോകാനുള്ള അവസാന സമയത്ത് തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം അമ്മ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അപ്പോഴാണ് ലൈബിൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. അതുമാത്രമല്ല ലൈബിൻ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നു എന്നുള്ളതാണ്. ലൈബിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രാർത്ഥനയുള്ളൊരു കുടുംബമാണ്. അപ്പനാണെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരെ കൂടി പ്രാർത്ഥനയെ കൊണ്ടുവരുന്നൊരു മനുഷ്യനാണ്. എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ലൈബിൻ അതിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. ലൈബിൻ കർത്താവിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോൾ സാക്ഷ്യത്തിൽ പറഞ്ഞത്, രോഗികളെ കാണുന്ന കാര്യത്തിൽ, പ്രേക്ഷിത വേല ചെയ്യുന്ന കാര്യത്തിൽ, എത്ര രാത്രിയായാലും സാക്ഷ്യം കേൾക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുകയാണ്. അതേപോലെ ജപമാല ചൊല്ലുമ്പോൾ ആനന്ദം കിട്ടുകയാണ്. ബൈബിൾ എത്ര വായിച്ചാലും അതൊരു മടി കൂടാതെ വായിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നിരിക്കുകയാണ് ഈ ഉടമ്പടിയിലൂടെ. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതും നമ്മൾ വചനം വായിക്കണമെന്നും ആ വചനമനുസരിച്ച് ഈശോയെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതുമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരനും കുടുംബത്തിനും എല്ലാവർക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.